അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയുടെ ഏറ്റവും അരികിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നാണ് കിട്ടുന്ന വിവരം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആനയുടെ തത്സമയ ദൃശ്യം തന്നെയാണ്. പ്രേക്ഷകർക്ക് കാണാം. സൂരജ് സജി അതിരപ്പള്ളിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സൂരജ്, വിശദാംശങ്ങൾ. ഇപ്പോൾ ആന ഈ വെറ്റിലപ്പാറ 14 എതിർവശത്തുള്ള തുരുത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അതിന് തൊട്ടരികിൽ, അതായത് ആനയുടെ തൊട്ടരികിലെത്തി ദൗത്യസംഘത്തിന്റെ തലവനായിട്ടുള്ള അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ ഈ ആനയെ പരിശോധിച്ചു. ആനയ്ക്ക് മയക്കുവെടി വെച്ച് ചികിത്സിക്കുന്നതിനുള്ള ഒരു നീക്കമായിരുന്നു ദൗത്യസംഘം നടത്തിയത്. പക്ഷേ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു ഘട്ടത്തിലേക്ക് ഈ ദൗത്യം മാറുന്നു എന്നുള്ളതാണ് ഈ അരുൺ സക്രിയുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ചാലക്കുടി പുഴയോട് ചേർന്ന തുരുത്താണിത്. ആ മേഖലയിൽ വെള്ളം ഉൾപ്പെടെയുണ്ട്. ഈ പുഴയോട് ചേർന്ന മേഖലയും അതോടൊപ്പം തന്നെ ഈ തുരുത്തിൽ ഉൾപ്പെടെ ജലത്തിന്റെ അംശമുള്ളതുകൊണ്ടും അവിടെ ഈ മയക്കുവെടി വെക്കുന്നതിന് അനുയോജ്യമായ ഒരു ഇടമല്ല എന്നുള്ളതാണ് നിലവിൽ ദൗത്യസംഘം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി എന്തായിരിക്കും പ്ലാൻ ബി എന്നതാണ് നിലവിൽ ദൗത്യസംഘം ആലോചിക്കുന്നത്. മറുതലക്കലിൽ ഈ ചാലക്കുടി പുഴയുടെ തന്നെ ഓരത്ത് ദൗത്യസംഘം ഇപ്പോൾ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. അരുൺ സക്രിയുടെ ഉണ്ട്, അതോടൊപ്പം തന്നെ ചാലക്കുടി DFO ഉണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ കൂടിയാലോചിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ വച്ച് തന്നെ മയക്കുവെടി വെച്ചേക്കുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ മയക്കുവെടി വെക്കുന്നതിനുള്ള ഗണ്ണടക്കം ലോഡ് ചെയ്യുന്നുണ്ട്. ഗണ്ണിൽ മരുന്ന് നിറക്കുന്നുണ്ട്, ലോഡ് ചെയ്യുന്നുണ്ട്. ആ 2 ഗണ്ണുകൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇതിനോടൊപ്പം തന്നെ. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇവിടെ വെച്ച് തന്നെ, അതായത് ഈ തുരുത്തിൽ വെച്ച് തന്നെ ആനയെ മയക്കുവെടി വെച്ചേക്കും. സ്വാഭാവികമായും ആനയ്ക്ക് ശാരീരിക അവശതയുണ്ട്. ആ ദൃശ്യത്തിൽ കാണുന്നത് ആന മണ്ണ് വാരി എറിയുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. ആന അത് ഈ മുറിവിലേക്കാണ് നിരന്തരം മണ്ണ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ നമ്മൾ ഈ ദൃശ്യം ആദ്യഘട്ടത്തിലൊക്കെ ആനയുടെ ദൃശ്യം പുറത്തുവിട്ട സമയത്ത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഈ വേദന സഹിക്കാതാകുന്ന സമയത്താണ് ഈ മുറിവിലേക്ക് ആന ഇത്തരത്തിൽ മണ്ണ് വാരി എറിയുന്നത് എന്നുള്ളതാണ് ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ മുറിവിലേക്ക് ഈച്ച അരിക്കുന്നതിനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ആനയ്ക്ക് അസ്വസ്ഥത തോന്നുന്ന സമയത്തെല്ലാം തന്നെ ആന ഈ മണ്ണ് വാരി നെറ്റിയിലേക്ക്, തലയിലേക്ക് എറിയുന്നതാണ്. ഇപ്പോഴും ആ തുരുത്തിൽ നിൽക്കുന്ന ആന നിരന്തരം മണ്ണ് വാരി എറിയുന്നു. ഇതിനിടയിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയ്ക്കിടയിലേക്ക് എത്തിയ സമയത്ത് 2 തവണ ആന ഇവർക്ക് നേരെ ചാർജ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി, ഇവർക്ക് നേരെ തിരിയാനുള്ളൊരു ശ്രമം നടത്തി. വലിയ രീതിയിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് ആന അവിടെ നിന്ന് തിരിയുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. പക്ഷേ വനംവകുപ്പ് സംഘം ഇപ്പോൾ ആനയ്ക്ക് കൃത്യം 100 മീറ്റർ അകലെ നിലയുറപ്പിച്ചിരിക്കുന്നു. കൃത്യമായി വനംവകുപ്പിന്റെ കയ്യിൽ ഒരു പ്ലാൻ ബി, അതായത് ഇത് ചാലക്കുടി പുഴയോട് ചേർന്ന മേഖലയാണ്. ഇന്ന് അരുൺ സക്രിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ദൗത്യത്തിന് ഏറെ വെല്ലുവിളിയുണ്ട്. കാര്യം ആനയുടെ ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം മോശമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ആന നിലയുറപ്പിക്കുന്ന മേഖല, ഈ ഭൂപ്രകൃതി വലിയ വെല്ലുവിളി നിറഞ്ഞതാണ് എന്നുള്ളതായിരുന്നു ദൗത്യസംഘം ഇന്ന് രാവിലെ തന്നെ വ്യക്തമാക്കിയത്. അത്തരത്തിലൊരു വെല്ലുവിളി നിറഞ്ഞ ഇടത്ത്, അതായത് ഈ ചാലക്കുടി പുഴയുടെ നടുക്ക് തന്നെ ആന നിൽക്കുന്നു, ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു മേഖല. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് മയക്കുവെടി വെക്കുന്നത് സാധ്യമാകുമോ എന്നൊരു ആശങ്ക ദൗത്യസംഘത്തിനുണ്ട്. എന്നാൽ പോലും ദൗത്യസംഘം ഇപ്പോൾ മയക്കുവെടി വെക്കുന്നതിനുള്ള ഗണ്ണടക്കം ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൗത്യസംഘം ഒരുപക്ഷെ മയക്കുവെടി വെക്കുന്നതിലേക്ക് കടന്നേക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അരുൺ സക്രി അന്തിമമായ ഒരു വിവരം, അതായത് നമ്മൾ ചോദിച്ച ഒരു പ്ലാൻ ബി എന്താണ്, നിലവിൽ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട മേഖലയിലാണ് ആന നിലനിൽക്കുന്നത്, എന്താണ് പ്ലാൻ ബി എന്ന് ചോദിക്കുമ്പോൾ കാത്തിരിക്കൂ എന്ന മറുപടിയാണ് അരുൺ സക്രി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരു പ്ലാൻ ബി കൃത്യമായും അരുൺ സക്രിയുടെ കയ്യിലുണ്ട്. എന്തായിരിക്കും ആ പ്ലാൻ ബി എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പം മുമ്പ് ഈ ദൗത്യസംഘം ഈ കാട്ടാനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കാര്യം മസ്തകത്തിൽ മുറിവേറ്റിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ 24-ൻ്റെ ക്യാമറയിൽ ഈ ആനയെ കാണുന്നത്. ഈ ആനയുടെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. ഒരിക്കൽ കൂടി ഈ ദൃശ്യങ്ങൾ കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. ചില പ്രേക്ഷകരൊക്കെ യൂട്യൂബിൽ അത് പറയുകയും ചെയ്തു. ഇതായിരുന്നു ആ ദൃശ്യങ്ങൾ, നമ്മുടെ ക്യാമറ കണ്ണുകളിലേക്ക് ആന വന്ന് കയറിയ ആ അപൂർവമായ സുന്ദര നിമിഷങ്ങൾ. വളരെ അസ്വാസ്ഥ്യം ആനയ്ക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആനയുടെ നടപ്പിലൊക്കെ തന്നെ ഇപ്പോൾ കാണുന്ന ആനയുടെ ദൃശ്യം തത്സമയം ഉള്ള ദൃശ്യമാണ്.